ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ കൊതിയിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഏകദേശം അങ്ങ് തട്ടിക്കൂട്ടിയൊരു വീട്. തട്ടിക്കൂട്ടാ? എനിക്ക് കണ്ടിട്ട് ഇത് തട്ടിക്കൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് എന്നെ ഇരുത്തണില്ലേ വീട്ടിലൊന്ന് ഗസ്റ്റിനെ ഇരുത്താത്ത? പ്ലീസ് എനിക്ക് ഇപ്പൊ ഒരു മഴ കൂടി പെയ്തിരുന്നെങ്കിൽ കലക്കിയാണ്. മഴയും കട്ടൻ ചായയും ജോൺസൺ മാഷിൽ പാട്ട്. ആട് 3 ചേട്ടനുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അറിയില്ല, അവരിനി ഫൈനലൈസ് ചെയ്യണം. അല്ല, അവര് പറയുമ്പോഴ് പറയും. കാരണം എന്ന് വെച്ചാൽ അവരെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. പലതും വരാറുണ്ട്. ഷാജോൺ വന്നിട്ടുണ്ട്, ഞങ്ങള് നമ്മുടെ ഡോൺ മാക്സ് ഡയറക്ടർ എഡിറ്റർ വിജി ബാബു, മിഥുൻ മാനുവൽ തോമസ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ചേച്ചി ഇല്ലാത്തപ്പോഴാണ് ഇവരൊക്കെ വന്നത്. അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി കോർത്തു വച്ചു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ എവ്രി വൺ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ മറ്റൊരു പുതിയ ഹോം ടൂർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹോം ടൂർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ തന്നെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫേവററ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഒത്തിരി അധികം സീരിയൽസിലും ടിവിസിലും സിനിമകളിലെല്ലാം അഭിനയിച്ച് നമുക്ക് എല്ലാവർക്കും ഫേവററ്റ് ആയിട്ടുള്ള ഷാജു ശ്രീധർ, ഷാജു ചേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യാനായിട്ട് പോകുന്നത്. ഷാജു ചേട്ടൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഷാജി ബാബന്റെ കല്യാണത്തിനൊന്നും വന്നിട്ടില്ല. സോ അതിന്റെ പരിഭവങ്ങളും വിഷമങ്ങളും എല്ലാം നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തേക്ക് പോയി നോക്കാം അല്ലേ? ഓക്കെ, ബെല്ലടിക്കാം. ബെല്ലുണ്ടായിരുന്നു. ഹായ് ചേട്ടാ, നമസ്കാരം. എല്ലാരും ഉണ്ട്. ഹായ്. ഇതാ മൈക്ക് പിടിച്ചോ. ഓക്കെ, സുഖല്ലേ? ഓക്കെ, പക്ഷെ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം ചോദിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുള്ളൂ. എന്തുകൊണ്ട് ഷാജി ബാബന്റെ കല്യാണത്തിന് വന്നില്ല? ഷാജി ബാബന്റെ കല്യാണത്തിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു പ്രോഗ്രാമായിട്ട് ഇവിടുന്ന് പോകണ്ടേ, അതാണ് പറ്റിയത്. അതുകൊണ്ടാണോ? കാര്യം നമുക്ക് എല്ലാവർക്കും അത് വിഷമായി. നമ്മുടെ തന്നെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് നമ്മളോട് വന്നില്ല. നമ്മൾ കറക്റ്റ് അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ 2-3 ഡേയ്സ് ഇവിടെ ഇരുന്നപ്പോൾ ഇടയ്ക്കൊരു അർജന്റ് ആയിട്ടുള്ളതുകൊണ്ട് അത് ചോദിക്കാനാണ് സത്യത്തിൽ ഞങ്ങൾ വന്നതെന്ന് ചേട്ടൻ വിചാരിക്കും. പക്ഷെ അല്ല, ഞങ്ങൾ ഹോം ടൂർ, ഞങ്ങൾ ചേട്ടന്റെ വീട് കാണാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇതാണല്ലോ ചേട്ടന്റെ ഹോം. ഓക്കെ, പുതിയ വീട്. പുതിയ വീട് എന്ന് പറയുമ്പോ എത്ര നാളായി? ആ, ഓക്കെ. എവിടെ ചാന്ദിനി ചേച്ചി, നമ്മുടെ പിള്ളേരൊക്കെ എവിടെ? ഒരു നല്ല ഫ്രെയിം ഒക്കെ പാലക്കാട് വീട്ടിലാണ്. ഞാൻ അവരൊക്കെ ഉണ്ടാവും വിചാരിച്ചു വന്നേ. അങ്ങനെ ബിസി ആയി പോയി. കുഴപ്പമില്ല, ഞങ്ങൾ ഒരു ദിവസം പാലക്കാട് വീട് ഞങ്ങൾ ഒരു ദിവസം ഹോം ടൂർ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നെ ഇരുത്തണില്ലേ വീട്ടിലൊന്ന് ഗസ്റ്റിനെ ഇരുത്താത്ത? പ്ലീസ് എനിക്ക്. ഓക്കെ, അപ്പൊ നോക്കിയിരിക്കാം. ഇരിക്കും ചേട്ടാ. ആദ്യമായിട്ട് എന്നോട് ഇരിക്കാൻ പറയുന്ന ആദ്യത്തെ ആള്. അതെ, പറയ്. ഞാൻ ഫസ്റ്റ് ഞാൻ പറയട്ടെ, എനിക്ക് ഇന്ന് ഇവിടെ ഹോം ടൂറിനായിട്ട് വളരെയധികം ഹാപ്പി ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാല് ചെറുപ്പത്തിൽ നമ്മൾ ഈ ടിവിയിൽ സിനിമയിൽ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ചാനൽ വെക്കാൻ വേണ്ടില്ല, ഞാൻ പറയും മാറ്റല്ലേ. കാര്യം നല്ല സ്വീറ്റ് ആയിട്ട് ഇന്നസെന്റ് ആയിട്ട് ചേട്ടൻ സംസാരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. ഈ ചെറുപ്പത്തിൽ നിന്ന് എല്ലാവരും പറയുന്ന ഡയലോഗാണ്. ഞാൻ ചെറുപ്പകാലം തൊട്ടേ ചേട്ടനെ കണ്ടോണ്ടിരുന്ന ആൾക്കാർ ഞാൻ ഭയങ്കരമായിട്ട് ചെറുപ്പമായിരുന്നു. അതെ, പക്ഷെ ഇപ്പോഴും ചെറുപ്പമുള്ള കണ്ടില്ലേ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കണ്ടിരുന്നു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്. മൊത്തത്തിൽ ചെറുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ പിന്നല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിപ്പോ ഒരു 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ. ഇവിടെ എറണാകുളത്ത് വർക്ക് ഉള്ളപ്പോ ഇവിടെ നിൽക്കും അല്ലേ? ഇപ്പൊ ഞങ്ങള് ഇവിടെ എറണാകുളത്തൊരു ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ എന്നെ കാണിച്ചായിട്ട് വീടെല്ലാം കാണിച്ചായിട്ട് ഫസ്റ്റ് ഇവിടെ തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കേറി വരുമ്പോ തന്നെ ലിവിംഗ് റൂമിൽ ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു കുഞ്ഞ് പൂജാമുറി പോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ ഇവിടെ നിന്നാണ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ? അത്യാവശ്യം ഇതിനകത്ത് ഒരു കുഞ്ഞ് ചെറിയ ഇത്രയും മതിയാവും. കാരണം നമുക്കൊരു അതിനുള്ള സ്പേസ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഒരു റൂമായിട്ടൊന്നും അല്ലാതെ ഒരു കുഞ്ഞ് പ്രാർത്ഥനാ മുറി പോലെ അത് ചെയ്തിട്ടുണ്ട്. ഇത് സൈഡിലൊക്കെ
സൈഡിലെല്ലാം ഇതിങ്ങനെ നമ്മളൊരു ജസ്റ്റ് ഷോ പീസ് പോലെ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രയറിന് വേണ്ടി ഇത് മാത്രം, അതിനു വേണ്ടി മാത്രം സെറ്റ് വിളക്ക് ചെയ്തിരിക്കണം. വയ്ക്കുന്നതല്ല അവിടെയാണ്. ഇതെന്താ? ഇത് ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഞാൻ അതിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പ്രേയറിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് സൈഡിലുള്ള ഇതെല്ലാം മേടിച്ചതാണോ ഇങ്ങനെ? ഐ മീൻ ഇവിടെ ഇത് ഒന്ന് ഭംഗിയാക്കാനല്ലേ? ഓക്കെ. പിന്നെ ഇത് കിച്ചൺ ആണ്. കിച്ചൺ ആണ് എന്റെ ഫേവറേറ്റ്. കാരണം എന്താ, നമുക്ക് ഫുഡ് കിട്ടുന്നത്. അതെ, എനിക്ക് എന്താ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കണെന്ന്? ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വേണമെങ്കിലും ഉണ്ടാക്കണം. ഇവിടെ അങ്ങനെ ഒരു ഫുഡിന്റെ കൺസെപ്റ്റിലേക്ക് പോയിട്ടില്ല. എപ്പോഴും വൈഫും മക്കളൊക്കെ ഉള്ളപ്പോ മാത്രമേ കുക്കിംഗ് നടക്കുള്ളൂ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ മൊത്തം അലങ്കോല. ചേട്ടാ കുക്ക് ചെയ്യില്ല? അത്യാവശ്യം ചെയ്യും, പക്ഷെ ചെയ്ത് കഴിഞ്ഞ് ഈ പാത്രം കഴിയണ്ട. അത്യാവശ്യം ഓംലെറ്റ്, പപ്പടം അങ്ങനെയൊന്നുമല്ല, ഞാൻ നല്ല മീൻകറിയും ചിക്കൻ കറിയും എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് എനിക്കൊന്നും പറ്റില്ലല്ലോ. എന്താ പ്രോബ്ലം എന്ന് വെച്ചാല് ഇത് കത്തിച്ച് ഇതിന്റെ പാത്രങ്ങളൊക്കെ എടുത്ത് നമ്മള് ചെയ്തു തുടങ്ങിയാൽ പിന്നെ ഇതൊരു ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്. നമ്മൾ സ്ത്രീകളുടെ വാല്യൂ എപ്പോഴും മനസ്സിലാക്കുന്ന അവിടെ ക്ലീനിങ്ങിലാണ്. ഇത് കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കി ഒന്ന് സെറ്റ് ആക്കി വെക്കാം. ഫുഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നമ്മൾ പെട്ടെന്ന്. അതുകൊണ്ട് ഫാമിലി ഉള്ള സമയത്ത് കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബുദ്ധിയെന്ന് വിചാരിച്ചാൽ ഞാൻ മാക്സിമം അങ്ങ് ഒഴിവാക്കും. അപ്പൊ നമ്മൾ കുറച്ച് ഫുഡ് കുറയ്ക്കും. അപ്പൊ ഒന്ന് അത്യാവശ്യം വലിയ ഡയറ്റിംഗ് പോലെ നടക്കുമല്ലോ. കാരണം ഈ സമയത്ത് നടക്കുള്ളൂ. ഫുഡ് പാചകം ചെയ്യാനുള്ള മടി കൊണ്ടുള്ള ഡയറ്റിംഗ്. അത് ശരി, അല്ലാണ്ട് ഡയറ്റിംഗ് ഒന്നും ഇല്ല. സ്വിഗ്ഗി ഒന്നും ഓർഡർ ചെയ്യില്ല? ഓർഡർ ചെയ്യും, അത്യാവശ്യം ഓർഡർ ചെയ്യും. ഇവിടുന്ന് പിന്നെ നല്ല നല്ല വ്യൂ ഉണ്ടല്ലേ പുറത്തേക്ക്. തുറന്നു നോക്കട്ടെ. അയ്യോ, തുറക്കാൻ പറ്റണില്ല, എന്റെ എത്തണില്ല. നല്ല അടിപൊളി വ്യൂ. അവിടെ കായലും കൊച്ചി ഫുൾ കാണാം. നമുക്ക് നല്ല കുറെ ബിൽഡിങ്സ്, ലൈറ്റ് ഒക്കെ ഇട്ട് രാത്രി അടിപൊളിയായിരിക്കും. രാവിലെ നേരത്തെ എണീക്കുമ്പോഴും അടിപൊളിയായിരിക്കും അല്ലേ? അവിടെയാണ് ഇത്. ഓക്കെ, ഇത് ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആയിട്ട്. ഇതെല്ലാം കുഞ്ഞൊരു കിച്ചൺ. ഓക്കെ, നമുക്കൊരു ഫാമിലിക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു. പക്ഷെ എന്നാലും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ എനിക്ക് വിഷമം. ഉറപ്പായിട്ടും ഇപ്പൊ എന്താ ഉള്ളത് കഴിക്കാൻ? ഇപ്പൊ നോക്ക്, ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കി തരട്ടെ. എന്താ ഉള്ളത് ഇവിടെ? മുട്ട ഉണ്ടാ? ആകെ അറിയുന്ന ഓംലെറ്റ് ആണ്. ഞാൻ പറയട്ടെ, നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ? മാഗി ഇല്ലേ? മാഗി ഉണ്ടോ നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഉണ്ടാക്കി തരൂ കേട്ടാ, പോകുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കാണിച്ചെന്നില്ല വാഷ് ബേസിൻ. ഇതൊരു വാഷ് ബേസിൻ. ചുമ്മാ അവരെ ഒന്ന് അലങ്കരിച്ച് നമ്മള് ഇവിടെ ഒരു ഇന്റീരിയർ ചെയ്യുന്നവർ ചെയ്ത ഒരു പരിപാടികളാണ്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം കോമൺ ടോയ്ലറ്റ്. ഇവിടെ കോമൺ ടോയ്ലറ്റ് അല്ലേ? ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ആട് 3 ചേട്ടനുണ്ടെന്ന് കറക്റ്റ് ആണോ? അറിയില്ല, അവരിനി ഫൈനലൈസ് ചെയ്യണം. അല്ല, അവര് പറയുമ്പോൾ പറയും. കാരണം എന്ന് വെച്ചാൽ അവരെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മളതിൽ കാരണം 1 ഉം 2 ഒക്കെ ഗംഭീരമായിട്ട് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ട് തേർഡിൽ എങ്ങനെയെങ്കിലും, കാരണം ആ ടീമാണല്ലോ. നമ്മുടെ ഒരു ജോണറാണ്. അതിനകത്തൊക്കെ നമുക്ക് വരാൻ പറ്റിയാൽ വലിയ സന്തോഷം. ഇത് കണ്ടിട്ടെങ്കിലും അവര് വിളിക്കട്ടെ. അതെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ റൂം കാണാം? ഇതൊരു ബെഡ്റൂമാണ്. പക്ഷെ അത് നമ്മളൊരു ജസ്റ്റ് ഇതുപോലെ ആക്കി. ഇത് ബെഡ്റൂം ആയിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ട് ജസ്റ്റ് ഒരു വിസിറ്റിംഗ്, നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വന്നിരിക്കാനും അത്യാവശ്യം ഉള്ള സ്പേസിൽ. ഇവിടെയാണ് നിങ്ങൾ ചില്ലിയണ ഏരിയ, ടിവി ഉണ്ട് ചില്ലിയണ ഏരിയ എന്ന് വെച്ചാൽ സിനിമയൊക്കെ കാണാം. അപ്പൊ നമുക്ക് ഒരുപാട് വലിയ സ്ക്രീൻ വെക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഇന്റീരിയർ വലിയ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വേണമല്ലോ. ഇത് മാക്സിമം ഇത് കറക്റ്റ് ആണല്ലേ? നമുക്ക് കുറെ ട്രോഫീസ് ഒക്കെ കഴിഞ്ഞാൽ സിനിമ കാണുന്നതും എല്ലാം ഇതിനകത്തായിരിക്കും. അപ്പൊ ഇതിനകത്തങ്ങ് കഥ കടച്ച് ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സിനിമ കഴിയുന്നവരെ അതിലൊരു 12 മണി വരെ എല്ലാവരും ഞാൻ ഇവിടെ തന്നെ പറയാം. ഇതൊക്കെ ആരാ സെലക്ട് ചെയ്ത്? സത്യത്തിൽ ഈ കംപ്ലീറ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ആരാ? ഇതൊക്കെ ഓൾമോസ്റ്റ് വൈഫിന്റെ ആണ്. കാരണം ഞാൻ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോ അത്ര നന്നാവാൻ വഴിയില്ല. പുള്ളിക്കാരത്തെയാണ് ഇതെല്ലാം. ചിലതൊക്കെ പിന്നെ നമുക്ക് പിന്നെ ഗിഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പഴയത് നമ്മൾ റീപ്ലേസ് ചെയ്യും. ചിലപ്പോ ചില നല്ല സാധനങ്ങൾ കാണുമ്പോ അത് മാറ്റും. ഞാൻ എന്തോ ചെയ്തു ഓണ ഇത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടിയ ഒരു മൂവീസിനായിട്ട് ഇത് ജസ്റ്റ് ഇത് ഉള്ളൂ. ബാക്കി പാലക്കാടാണ് എല്ലാം ഇരിക്കണം. അത് ഞാൻ ഓർത്തത് അവിടുന്ന് കുറച്ച് എടുത്ത് ഇങ്ങോട്ട് വെച്ചത്. കുറച്ചുകൂടി നമുക്ക് എടുത്ത് വെക്കണം കേട്ടോ. ഇവിടെ സ്പേസ് നമുക്ക് കൂടുതൽ ഇല്ലാത്തോണ്ട് നമ്മളൊന്ന് നിറയ്ക്കാൻ പറ്റില്ല. പഴയതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെടുത്ത് ഹോം, അതിനകത്ത് ഒരു ജസ്റ്റ് ഒരു സീനിൽ ഞാൻ വന്നിരുന്നു. അപ്പൊ അന്ന് ഷീൽഡ് കിട്ടിയപ്പോ അത് ഒരെന്നാണെങ്കിലും ഒരു വലിയ വിജയമാണ്. കോവിഡ് സമയത്ത് നമുക്കൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ മെമ്മറി കിട്ടി. മെമ്മറിക്ക് ഇവിടെ വെച്ചു. ഓക്കെ, രാമലീലയൊക്കെ ഉണ്ട് അല്ലേ? 111 days. അതെ, അതുണ്ട്. റോമൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഇവിടെ
ലൈറ്റ് നല്ല വാം ലൈറ്റ് ഒക്കെ. ഇത് ഇത് കണ്ടില്ല നമ്മള്, ഫോട്ടോസ് കണ്ടില്ല പിള്ളേരുടെയും ചേച്ചിയുടെയും. ഇത് എടുത്തു വെച്ച് കുറച്ച് ഫോട്ടോസ് പുതിയ ഫോട്ടോസ് എടുത്തേക്കണം. ഒരാളുടെ കുറവുണ്ട്, മൂത്ത ആളുടെ, അപ്പൊ അയാളും കൂടെ ഇൻക്ലൂഡ് ആക്കിട്ട്. അപ്പൊ ഞങ്ങള് തമ്മിൽ തല്ലൊന്നുമില്ല, എന്നെ കൂടി ആഡ് ആക്കി. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്റെ പിള്ളേക്ക് ആയിരിക്കണം. അത് അവര് തമ്മിലേ ഉള്ളൂ. അത് ഈ പറയുന്ന രീതിയിൽ ചെറിയ ഫുഡിന്റെ ഐസ്ക്രീമിന്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോ സിബ്ലിങ്സ് തമ്മിൽ ഫുള്ള് അടിയും ഇതൊക്കെ ആയിരിക്കില്ല. എന്റെ ഫോട്ടോ ഇല്ല നിന്റെ ഫോട്ടോ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവര് തമ്മിലല്ല. ഓക്കെ. ഈ ടേബിള് ഇത് അവര് അവരടുത്ത് പറഞ്ഞിട്ട് ഇത് നമുക്ക് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്താൽ മതി, കാരണം അതിൽ കൂടുതൽ നമുക്ക് വേണ്ട, ഈ റൂമിന് അത്രയല്ലേ. ഞങ്ങൾ 4 പേരേ ഉള്ളൂ, പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും അപ്പൊ അവര് കഴിച്ചിട്ട് നമ്മൾ ഇരുന്നാൽ മതി. അല്ല തിക്കി തിരക്കി ഇവിടെ ഒരു വലിയ ടേബിൾ ഇട്ടിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ. നല്ല രസമുണ്ട്, ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ, ചെറുതായോണ്ട് ക്യൂട്ട് ആയിട്ട്. ഓക്കെ. ഇത് ബാൽക്കണി. ബാൽക്കണിയാണ് നമ്മുടെ മെയിൻ ഏരിയ. അതെ. ഇവിടെ ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. എന്തൊരു സമാധാനം, ശാന്തി സമാധാനം. ഇവിടെ നല്ല രസമാണ്, നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഇരിക്കാനൊക്കെ. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മള് കിച്ചണിൽ നോക്കിയതിനേക്കാൾ അടിപൊളി നമ്മള് രാവിലെ തന്നെ. ഇപ്പൊ മഴയത്തൊക്കെ എസ്പെഷ്യലി മഴയത്ത് ഭയങ്കര രസമാണ്. നമ്മള് ചേരട്ട് ഇവിടെ ഇരുന്നാലും മഴയത്ത് നല്ല രസമാണ് അത്യാവശ്യം. പിന്നെ ഈ പറയുന്ന ഇവിടെ ട്രെയിൻ പാസ് ചെയ്യുന്നു, എല്ലാം ഈ നമുക്ക് കാണാം. ഹൈവേ ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അതാ ഇപ്പഴത്തെ നമ്മൾ ഫ്രണ്ടിൽ നോക്കിയ ക്രൗൺ പ്ലാസയും ക്ലീൻ മട്ടിയും എല്ലാം ഫ്രണ്ടിലോട്ട് അങ്ങനെ. ഇതിപ്പോ ഏറ്റവും മേളിലാണല്ലേ നമ്മള് 14th ഫ്ലോർ, ഏറ്റവും ടോപ്പില്. അങ്ങനെ അതാണ് ഇത് ഇവിടുത്തെ. ഓക്കെ. ഇനി അപ്പൊ ടോട്ടൽ ഉള്ളത് ഇനി 3 ബെഡ്റൂമിന് ഇനി 2 ബെഡ്റൂമാണ്. ഇത് ഒരു ബെഡ്റൂം. ഓക്കെ. ഇതൊരു ബെഡ്റൂമാണ്, നല്ല ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. ഇവിടെ നമുക്ക് ജനൽ തുറന്നു കഴിഞ്ഞാൽ ആ വ്യൂ ഉണ്ടാവും. രാവിലെയൊക്കെ ഇങ്ങനെ വെയിലൊക്കെ അടിച്ചു തുറക്കാം. ഇതാരടിയാ? രാവിലെ വെയിൽ അടിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അടച്ചുപൂട്ടിയിടും. കാരണം വ്യൂ ഒക്കെ കൊള്ളാം, പക്ഷെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആർക്കും ഇഷ്ടമല്ല. അതെ. ഇതാരടിയാ? ഇതൊക്കെ പിള്ളേരുടെ എവിടെയും കാണുമ്പോ. ഇത് പിള്ളേരുടെ റൂമാ? ഇല്ല, ഞങ്ങള് ഇവിടെ പിള്ളേരുടെ വലിയവരുടെയൊക്കെ റൂം ഒന്ന് തന്നെ. കാരണം വെച്ചാൽ ചെറിയ എല്ലാ സ്പേസിലും ചെറിയ സ്പേസുകൾ. ഈ റൂമിൽ അവരും മൂത്താളൊക്കെ ഉണ്ടാവും. പിന്നെ 2 റൂമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ ഇവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഓൾറെഡി TV കാണുകയും സിനിമ കാണുകയൊക്കെ അവിടെ ആയതുകൊണ്ട് ചിലപ്പോ അവിടെ തന്നെ ഇത് കൊള്ളാം. പെയിന്റിംഗ് ഒക്കെ നല്ല. അപ്പൊ ഇപ്പോഴും നമ്മൾ ഓരോ പുതിയ സാധനങ്ങൾ കാണുമ്പോ ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. കാരണം ഇപ്പോഴാണ് ഓരോന്നോരോന്നേ കാണുന്നത്, ഈ കളർ കോമ്പിനേഷൻ കാണുമ്പോ നമുക്ക് മേടിക്കാം. ഇത് ഒരു ബെഡ്റൂമും കൂടെ. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടുന്ന് ഇതേപോലെ വ്യൂ ഉണ്ട്. ഇത് സൈഡിലത്തെ വ്യൂ. നേരത്തെ നമ്മൾ അപ്പുറത്തെ വ്യൂ. ഇത് സൈഡില് ഇത് ഓപ്പൺ ചെയ്താല് ഈ പറയുന്ന ട്രെയിനൊക്കെ പാസ് ചെയ്ത് പോകുന്നു. കായലാണ് അപ്പുറത്ത്. ഇതിപ്പോ രാത്രി ട്രെയിൻ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇല്ല, പകലെല്ലാം നല്ല രസമാണ്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് തുറന്നപ്പോ തന്നെ. കൊതുകും കയറുമല്ലോ അതുപോലെ. കൊതുക് കയറും, അതുകൊണ്ട് ഞാൻ കൂടുതൽ തുറക്കാറില്ല. അതന്നെ അത്യാവശ്യമുള്ള കടിക്കാനുള്ള കയറിയിട്ടുണ്ടാവും. ഒന്ന് തുറന്നപ്പോഴേക്കും. ഇപ്പഴാണ് കൊതുക് കൂടുതലാണല്ലോ. പ്രാണി കയറും, ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട്. ഇതോ ഇത് വോള് നോക്കാം. അവര് ഇന്റീരിയർ ചെയ്ത ആൾക്കാര് ചെയ്തതാണ്, അവര് ചെയ്ത ഇതാണ്. ഓക്കെ. ഈ പെയിന്റിംഗ് അവരെന്നെ സെറ്റ് ചെയ്തു. അപ്പൊ ബാക്കി നമ്മൾ കണ്ട പെയിന്റിങ്സ് ഒക്കെ അവരെന്നെ ചെയ്തെന്നാ? നമ്മളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവരുടെയാണ്. ഇതും വോളിൽ ഇതൊക്കെ അവരുടെ. അത് എവിടെയോ കണ്ടുപോലെ വൈറലാന്ന് തോന്നുന്നു ആ ഡിസൈൻ. അതെ അങ്ങനെ കളർ കോമ്പിനേഷൻ. അതെ, നല്ല കളർ യെല്ലോ. അതെ. ഓക്കെ. പിന്നെ ഇനി എന്താണ്? ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇരിക്കട്ടെ. താങ്ക് യു. ഇവിടെ ഇരിക്കട്ടെ. ചേട്ടൻ ഇരിക്കുവാ? നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇരുന്നുകൊണ്ട് സംസാരിക്കാം.
അപ്പൊ ഇതൊക്കെ എവിടെന്നാ മേടിച്ചതും കാര്യങ്ങളൊക്കെ, ഐ മീൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചത്? ഇതെല്ലാം വൈഫ് സെലക്ട് ചെയ്യും. പുള്ളിക്കാരത്തി നമ്മളിതില് യാതൊരു പങ്കും അല്ല, ഞാൻ സെലക്ട് ചെയ്യുന്നത് പലപ്പോഴും പരാജയമായിരിക്കും. ഇവിടെ എന്തെങ്കിലും ചേട്ടൻ സെലക്ട് ചെയ്തിട്ടുണ്ടോ അതിൽ? ഞാൻ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്, ഏതാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ എന്നാലും കൂടെ പലതും നമ്മളും കൂടെ നോക്കിയിട്ട് എടുക്കും. സീരിയൽസ് ഒന്നും ഇപ്പൊ ചെയ്യാത്തുണ്ടോ? സീരിയൽസ് ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ, സീരിയലിന് ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. മനോരമയുടെ പുതിയ സീരിയലിന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമുക്ക് ഒന്നാമത് ഇപ്പൊ സിനിമകൾ വന്നു തുടങ്ങിയിട്ടുള്ള ക്യാരക്ടർ റോളുകളിലേക്ക് ഒരു ചേഞ്ച് മാറി വരുന്നു. അപ്പം നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയിൽ നിന്നാണ് ഞാൻ സീരിയലിൽ പോയത്. സിനിമയിൽ ഒന്നും ആവില്ലെന്നൊരു സമയത്ത് അങ്ങനെ തോന്നിയിരുന്നു. കാരണം വെച്ചാൽ അന്ന് മിമിക്രി സിനിമകളാവും. അപ്പം ഞങ്ങൾ മിമിക്രി സിനിമകളിൽ ഞങ്ങളൊരു ബാച്ച് ഉണ്ടാവും. ഞാൻ, നാദിർഷ, കോട്ടയം നസീർ, സലീം, അത് ഞങ്ങളൊക്കെ ഉണ്ടായി. സലീമൊക്കെ പിന്നെ ഒരു ലെവലിലേക്ക്, വേറെ ലെവലിലേക്ക് പോയി. അപ്പോഴും ഞങ്ങൾ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കുഞ്ഞു പടങ്ങളും ബഡ്ജറ്റ് സിനിമകളിൽ മാത്രമായിട്ടുള്ള നായകന്മാരായിട്ടുള്ള ഗ്രൂപ്പ് സിനിമകളിൽ മാത്രം നിന്നു. ഒരു ക്യാരക്ടർ റോളുകൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സ്, ഇപ്പോൾ ജോഷ് സാറിനെയോ ഫാസിൽ സാറിനെയോ അല്ലെങ്കിൽ വലിയ വലിയ സിനിമകളിലേക്ക് നമ്മൾ വിളിക്കുന്നില്ല. ആ സിനിമകൾ നമ്മൾ അപ്പോഴും ദൂരെ നിന്ന് ആ സിനിമകൾ കാണുന്നത്. അപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലല്ലേ അങ്ങനെ വിളിക്കുള്ളൂ. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന മിമിക്രി സിനിമകളുടെ ബേസിൽ നിൽക്കുകയല്ലേ. അപ്പൊ നമ്മള് അന്ന് ഫിലിമാണ്. അപ്പൊ നമുക്ക് ആ പറയുന്ന രീതിയിൽ നമ്മളുടെ സിനിമകളെല്ലാം ഓടുന്നുണ്ട്. എല്ലാ സിനിമകളും ഹിറ്റാണ്. പോസ്റ്ററുകളെല്ലാം ഉണ്ട്, നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. മമ്മൂട്ടി, മോഹൻലാൽ സിനിമകളൊക്കെ കുഞ്ഞു വേഷങ്ങളൊക്കെ കിട്ടിയത്. പക്ഷെ അവിടെ അപ്പുറത്ത് നമ്മൾ നായകന്മാരാ. ഞങ്ങൾ 4 പേര് 5 പേര്, കോരപ്പന്ത് കയറ്റി, പുത്തുമ്പീമ്പ്, വലമ്പര്, ഇങ്ങനെ സിനിമകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചോ കുറച്ചുകൂടെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യണം, അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ സീരിയൽ അപ്പം അന്ന് ഭയങ്കര കത്തി നിൽക്കുന്ന സമയം. അന്ന് മലയാളത്തിൽ എല്ലാവരും, തിലകൻ ചേട്ടനും മുരളിച്ചേട്ടനും കൽപ്പന ചേച്ചിയും ശ്രീവിദ്യാമ്മയും എല്ലാ സീരിയലിലും ഉണ്ടായിരുന്നു. നെടുമുടി വേണുചേട്ടനൊക്കെ. അപ്പൊ ഞാൻ സീരിയലിലേക്ക് പോയി. അപ്പൊ സിനിമ സ്റ്റോപ്പ് ചെയ്ത് ഒരു 25 സിനിമ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. സീരിയലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കരമായ വാം വെൽക്കമാണ്. കാരണം നമ്മൾ സിനിമാ നടനാണ് സീരിയലിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങിയ സീരിയലെല്ലാം ഹിറ്റായിരുന്നു. ശാരദ, പാരിജാതം, ചാരുലത. ലാസ്റ്റ് സീരിയൽ ഏതായിരുന്നു? എത്ര നാളായി? 15 വർഷം. ഏകദേശം അടുത്ത ലാസ്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു കാമ സ്റ്റാലിനും പത്രോസ് ഗാന്ധി എന്ന് പറഞ്ഞിട്ട് സീരിയൽ വീണ ചേച്ചിയുടെ കൂടെയല്ലേ? കോമഡിയാണ്. 10 കൊല്ലത്തിന് മുകളിലായി. അപ്പൊ ആ സീരിയലിൽ ഹ്യൂമർ ആയിരുന്നുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ നമ്മളവിടെ ചെയ്യുമ്പോൾ വീണ്ടും പഴയ പോലെയാണ്. അതായത് നമുക്ക് സീരിയൽസ് ചെയ്തു, നമ്മൾ നായകനായിട്ട് ചെയ്തു, വില്ലനായിട്ട് ചെയ്തു, എല്ലാം നമുക്ക് ചേഞ്ചസ് ഇല്ല. എന്നും കഥകളെല്ലാം ഒരേപോലെ തന്നെ പോവുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും സിനിമ എന്ന് നിലനിൽക്കുന്ന സിനിമയാണല്ലോ. നമ്മുടെ സിനിമകൾ നമ്മൾ മരണകാലത്തിന് ശേഷവും സീരിയൽ അന്നുള്ള എപ്പിസോഡുകൾ കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ ഓർമ്മകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ ഉള്ളൂ. സിനിമ അതല്ല. നമ്മൾ ഇന്നും ഇപ്പോൾ എത്രയോ പേര് മരിച്ചു പോയെങ്കിലും നമുക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു തോന്നും. ഓരോ ദിവസം ഓരോ സിനിമകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ. അത് തിരിച്ചു വീണ്ടും നമ്മള് സിനിമയിലേക്ക് വന്ന് പിന്നെ അയ്യപ്പനും കോശിയും, 5-ാം പാതിര, അങ്ങനെയുള്ള പടങ്ങൾ കോവിഡ് സമയത്ത് വന്നപ്പോൾ വീണ്ടും ഒരു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിനിമയില് ലൈക് സീരിയല് അങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞാല് കുറെ പേര് ബിഗ് ബോസിലേക്കൊക്കെ പോകണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമ, സീരിയല് ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ല. നമ്മള് അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റാണ് ബിഗ് ബോസ് പോകുന്നത്. ചേട്ടനെ വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ പോകും ബിഗ് ബോസിൽ? ഞാൻ പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിചാരിച്ചു, മക്കളൊക്കെ അങ്ങനെ പറയും, വിളിച്ചു കഴിഞ്ഞാൽ പോവോ, അതേ ചോദ്യം ചോദിക്കും. ഞാൻ പറയും വിളിച്ചാൽ ഞാൻ പോവും എന്ന് പറയുമ്പോൾ വൈഫ് പറഞ്ഞു അത് വേണ്ട, എൻ്റെ പോകേണ്ട കാര്യമില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ വേറെ കൊണ്ടല്ല, പുള്ളിക്കാരത്തി പറയുന്നത് അത് വേണ്ട. കാരണം വെച്ചാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ എൻ്റെ ഒരു മെന്റൽ കാര്യങ്ങൾ ഏറ്റവും കൂടെ അറിയുന്ന ഒരു പക്ഷേ എൻ്റെ ഭാര്യയ്ക്കായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് അതിനകത്തുള്ള സ്ട്രഗിളും കാര്യങ്ങളും ഒരു പക്ഷേ എനിക്കത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ റിയാക്ട് ചെയ്യുന്ന രീതി അങ്ങനെയൊക്കെ ചിലപ്പോൾ ഞാൻ സൈലന്റ് ആയിരിക്കും. സൈലന്റ് ആയിട്ടുള്ള എനിക്ക് അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോയിട്ട് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് പോകാതിരിക്കുന്നതാണ് എന്നുള്ള സൈലന്റ് ആയിട്ടിരിക്കും. അതിനകത്ത് പറ്റുന്ന ഒരു ജോണർ ആയിരിക്കില്ല ഒരു പക്ഷെ. അതുപോലെ അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള വാശിയോടെയാണ് ഓരോ കാര്യങ്ങളും. സ്ട്രോങ് ആ പ്ലേയേഴ്സ് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും. എനിക്ക് വഴക്കൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്ത് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമുക്കും നമ്മുടേതായ ദേഷ്യവും സങ്കടവും നമ്മുടെ വികാരങ്ങളൊക്കെ നമുക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് നമ്മൾ അറിയാതെ പ്രകടിപ്പിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ അതിനകത്ത് പോകുമ്പോഴേ അറിയുള്ളൂ. ഞാൻ നിങ്ങളുടെ ചാനലിലെല്ലാം ഈ പരിപാടികളെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഓരോരുത്തരുടെയും ഒരു ഫെയിം ഉണ്ട് ഭയങ്കരമായിട്ട്. ഇവർ ഇറങ്ങി വരുന്നതൊക്കെ ഭയങ്കര ഹീറോ ആയിട്ട് ഇറങ്ങി വരുന്നത്. പക്ഷെ അതിനൊരു ടൈം വരെ ഉള്ളൂ.
അടുത്ത ബിഗ് ബോസ് വരുമ്പോ ഇത് കഴിഞ്ഞു പിന്നെ അടുത്ത അതാണ് ഒരു ടൈമിലേക്ക് എല്ലാവരും ഇങ്ങനെ സിനിമയിൽ എപ്പോഴും നമ്മളൊരു ബ്രേക്ക് ആയാൽ നമ്മൾ എന്നും ഒരു നടനായിട്ട് ഏത് ലെവലിൽ നിലനിന്ന് പോകും. ചേട്ടൻ ഇനി വരുന്ന സിനിമകളൊക്കെ നമ്മള് എക്സ്പെക്ട് ചെയ്തിരിക്കും. അല്ല നമ്മൾ കുറെ സിനിമകൾ ഇപ്പൊ ഇറങ്ങാനുണ്ട്. ഇപ്പൊ ഇറങ്ങാനുള്ള സിനിമകള് ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയാണ്. വലിയ റോള് ചെയ്തിട്ടുണ്ട്, നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ഞാനൊരു അതേപോലെ പ്രധാന വേഷം ചെയ്ത ഡോൺ മാക്സ് ഡയറക്ട് ചെയ്ത സിനിമ ആക്ടർ എന്ന് പറഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പൊ ചെയ്യുന്ന പടങ്ങൾ നയൻതാരയുടെ ഒരു പടം ചെയ്യുന്നുണ്ട്, ആസിഫ് അലിയുടെ പടത്തിലുണ്ട്, സുരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലുണ്ട്, ലിസ്റ്റ് സ്റ്റീഫന്റെ പടത്തിലുണ്ട്. അങ്ങനെ പോകുന്ന കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് പോവാം, കുക്ക് ചെയ്യാം. ഞാൻ ഉണ്ടാക്കി തരണ്ടേ? ഉണ്ടാക്കി തരാനുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതല്ല, എന്നെ ഒരു വിശ്വാസമില്ലല്ലേ കുക്ക് ചെയ്യാൻ, സത്യം പറഞ്ഞാൽ ഈ പറയുന്ന കേട്ടോ എനിക്ക് വലിയ പിടുത്തമല്ല. എനിക്ക് എന്നോട് കുക്ക് ചെയ്യാൻ വലിയ ധാരണയില്ലെന്ന് എനിക്ക് തോന്നിയത് ഞാൻ പിന്നെ ഇവിടെ ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ മുട്ട എന്ന് പറയുന്നത്. എഗ് പറഞ്ഞപ്പോ എനിക്ക് ഡൗട്ട് അടിച്ചു. ഏറ്റവും കൂടുതൽ കോഫി പൗഡറും എഗ്ഗും ചോദിക്കുമ്പോൾ അറിയാം ഇത് അറിയില്ല. പക്ഷെ മാഗി ഉണ്ടാക്കി തരും ഞാൻ. മാഗി അത് കൊള്ളു, അതിപ്പോ എന്റെ മോളുണ്ടാക്കാം. അവള് 6th 7th പഠിക്കും. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. അല്ല, 7th മാഗി ഉണ്ടാക്കാൻ അതിനും താഴെ മതി. 5 വയസ്സ് വരെ വേണ്ട. അപ്പൊ ഒന്നും വേണ്ടല്ലേ, ഒരു ചായയെങ്കിലും. ചായ വെച്ചോളൂ, കുഴപ്പമില്ല. അവിടെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അത് ഗ്യാസും കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. കാരണം ഇതൊക്കെ ഓപ്പൺ ചെയ്യണം. സാർ ഇതൊന്നും നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കാറില്ല അധികം. അതുകൊണ്ട് അതിന്റെ അടിയിലാണ് ഇതിന്റെ ഇതൊക്കെ കണക്ഷൻ ഒക്കെ, അത് ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻസ് എനിക്ക് അറിയില്ല, ടെക്നിക്കൽ പരമാണെങ്കിൽ ഇതിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ചാണ് ഇപ്പൊ കത്തിക്കേണ്ടി വരും. കത്തിക്കണം. പിന്നെന്താ കത്തിക്കാം. എന്നിട്ട് എന്താ വെക്കാൻ നോക്കട്ടെ. ചായ എന്ത് സാധനങ്ങളല്ലേ നോക്ക്. പാല് വേണ്ടേ? പാലപ്പൊടി, പഞ്ചസാര എല്ലാം ഉണ്ട്, സെറ്റ്. അതുണ്ട്. ചായ ഉണ്ടാക്കി നിങ്ങൾ കുടിക്കാറില്ല, കുഴപ്പമില്ല, എടുത്തു. ചായ ഉണ്ടാക്കാൻ അത്യാവശ്യം എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് വെള്ളം എടുത്തു. കട്ടന്റെ റെസിപ്പി പറഞ്ഞാട്ടെ ഞങ്ങൾക്ക്. പക്ഷെ ഞാനല്ലേ സത്യത്തിൽ ഉണ്ടാക്കണേ. അല്ലല്ല, എനിക്കൊരു വലിയ വിശ്വാസം ഇല്ലാത്തോണ്ടേ, എനിക്ക് അറിയില്ലെങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം, അതായിരിക്കും നല്ലത്. അറിയില്ലെങ്കിൽ ഞാൻ കട്ടൻ ഉണ്ടാക്കാൻ അറിയില്ലേ? അല്ല, അതെ, അത് ഞാൻ ചോദിക്കാം. ചിലപ്പോ കട്ടൻ നമുക്ക് കുടിക്കാനുള്ളതല്ലേ. എന്താ ഷാജിയുടെ കട്ടൻ ഉണ്ടാക്കും? ഞാൻ പഠിപ്പിച്ചുതരാം. നിനക്ക് ഉണ്ടാക്കാൻ അറിയാത്തോണ്ടാണ് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. അങ്ങനെ തേയിലയും പഞ്ചസാരയും ഞാൻ എടുത്ത് വെക്കാം. ഉപ്പ് എടുക്കല ലാസ്റ്റ്, കോമഡിയോ. എത്ര പേർക്കാന്ന് അറിയില്ല, ഉള്ളത് കൊണ്ട് ചേട്ടാ, ഇവിടെ ഇപ്പൊ നമ്മള് ചില്ല് ചെയ്യാൻ ഫ്രണ്ട്സ് ഒക്കെ വരാറില്ലേ? അത്യാവശ്യം എന്റെ നല്ല സുഹൃത്തുക്കളെല്ലാം വരും. എന്നുവെച്ചാ ആരൊക്കെ? പലരും വരാറുണ്ട്. ഷാജോൺ വന്നിട്ടുണ്ട്, ഞങ്ങളെ നമ്മുടെ ഡോൺ മാക്സ് ഡയറക്ടർ എഡിറ്റർ വിജി ബാബു, മിഥുൻ മാനുവൽ തോമസ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ചേച്ചി ഇല്ലാത്തപ്പോഴാണ് ഇവരൊക്കെ വന്ന് ഉള്ള സമയത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ റൈറ്റർ, നമ്മുടെ കാതൽ RDXന്റെ റൈറ്റർ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, പിന്നെ കോട്ടയം നസീർ, ഞങ്ങളുടെ ബാച്ചിലുള്ള പലരും വരും. പലരും ഓൾമോസ്റ്റ് മിക്കവരും വന്നിട്ടുണ്ട്. പാല് വേണമെന്നുണ്ടോ? പാല് വേണ്ട, നിനക്ക് ചൂടുണ്ടാ? ചൂടുണ്ട്, ഇച്ചിരി മതി, എന്നാലും പകുതി. നമുക്ക് അവിടെ ബാൽക്കണി പോയി കുടിക്കാം. വൈബായിരിക്കും. താങ്ക് യു. ബാൽക്കണി ആകുമ്പോഴേ പെട്ടെന്ന് തുപ്പ എളുപ്പമുണ്ടായിരുന്നു. അതെ, ലൈറ്റ് ചായ നമ്മൾ കുടിക്കാൻ പോവാ. ലൈറ്റ് ചായ. അതെ, എന്ത് വേണമെന്നുള്ള അവിടെ ചെന്ന് ശേഷം പറയണം. ഇവിടെ ചെന്ന് നമ്മള് ഒന്നില്ലെങ്കിൽ തുപ്പും അല്ലെങ്കിൽ ഇറക്കും. എന്താണെങ്കിലും ഇവിടെ പറ്റുക. ഇപ്പൊ ഒരു മഴയും കൂടി പെയ്തിരുന്നെങ്കിൽ കലക്കിയാണ്. മഴയും കട്ടൻ ചായയും ജോൺസൺ മാഷിൽ പാട്ട്. എന്നിട്ട് ബാക്കി നല്ല വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഫാമിലി എല്ലാം അവിടെ ആയതുകൊണ്ട് അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്താനൊക്കെ സമയം തികയില്ല. നമ്മൾ രണ്ടുപേരും പറയുന്ന സമയത്ത് നമ്മുടേതായ വിശേഷങ്ങളും കാര്യങ്ങളും സിനിമയും. ഇപ്പം നാളെ ഞങ്ങളുടെ മീറ്റിംഗ് ആണ് അസോസിയേഷൻ്റെ, മിമിക്രി അമ്മ അസോസിയേഷൻ. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള. മറ്റന്നാള് അമ്മ അസോസിയേഷൻ്റെ ഇലക്ഷനാണ്. ഇത്തവണ മോഹൻലാലും ഉണ്ണിമൂന്തനും തെരഞ്ഞെടുത്തു. ബാക്കി
മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ഇലക്ഷൻ. അപ്പൊ അത് എവിടെ വെച്ചിട്ടാ? എറണാകുളം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ മായയുടെ അസീസിയ കാക്കനാട്. അപ്പൊ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഒരുമിച്ചാണ് സിനിമയുടെയും മിമിക്രിയുടെയും ഫുൾ ആൾക്കാരെയും 2 ദിവസം ഉത്സവമാണ്. അടിച്ചു പൊളിക്കാൻ പോവാണ്. ഓ, അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. നാളെ ഞങ്ങള് 22 പേര് ഒരേ ഡ്രസ്സിലേക്കാണ് മിമിക്രിയിലെ. അപ്പൊ നിങ്ങൾ എങ്ങനെ ലൈക്ക് എല്ലാരും പോയി ഒരുമിച്ചെടുത്താ? ഇല്ല, ഞാൻ അവർക്ക് വേണ്ടി 2 ഫ്രണ്ട് സ്പോൺസർ ചെയ്ത. ഓ, ചേട്ടൻ വഴി കൊടുത്തതാ? ഞാൻ അത് ചെയ്തത്. അപ്പൊ 22 പേർക്കും ലേഡീസിന് ആ സെയിം ബ്ലൗസും സെറ്റും കൊണ്ടുണ്ട്. ബാക്കിയുള്ള ഞങ്ങള് 19 പേർക്കും ഞാൻ പിഷാരടി, ടിനി ടോം, ഷാജോൺ, പ്രകലാപം, പ്രജോദ്, ഉണ്ടപ്പക്രു, നാദിർഷ, നോബി, ഒരേ ഷർട്ടും മുണ്ടിന്റെ കരയിൽ വരെ ആ ഷർട്ടിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 22 അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കുത്താമ്പുള്ളിയിൽ ഒരു നെയ്ത്ത് അവര് സ്പോൺസർ ചെയ്ത്. നാളെ ഞങ്ങൾ എല്ലാവരും ഫുൾ ഒറ്റ ഡ്രസ്സിലായിരിക്കും. രസമാണ്, ഒരു വർഷത്തിലൊരിക്കലേ ഉള്ളൂ. ഭയങ്കര എൻജോയ്മെന്റ് അല്ലേ? ഓക്കെ, നമുക്ക് അവിടെ പോയിരിക്കാം അല്ലേ? ഇവിടെ സത്യത്തിൽ ഈ വീട്ടിൽ ഏറ്റവും ഫേവറേറ്റ് കോർണർ ഏതാ? ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഇവിടെ ഇരിക്കാറ്? ഞങ്ങൾ അതിനകത്താണ് ചില്ലിങ്ങും പരിപാടികളെല്ലാം. അവിടെ അതിനകത്ത് ഇരിക്കുമ്പോ അത്യാവശ്യം നമ്മള് പിന്നെ ഇപ്പൊ വൈഫൊക്കെ ഉണ്ടെങ്കിലും അവിടെയാണ് കുറച്ചുകൂടെ വരുന്നവർക്കും ഒരു പ്രൈവസി ഉള്ളത്. ഞങ്ങൾ അല്ലാതെ വരുമ്പോഴും അതിനകത്ത് AC അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇവിടെ നമ്മള് ന്യൂസ് കാണാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുള്ളൂ. എനിക്കിനി ഒരു പാട്ട് കേൾക്കണം, കാര്യം ഞാൻ പോവാറായി. അപ്പൊ നമുക്ക് പാട്ട് പാടി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് പോവാം. എനിക്ക് പോവാം. പാട്ടൊന്നും എനിക്കാണ് പാട്ടറിയില്ല. അതിന് പാടുന്ന ഞാൻ കൂടെ പാടാം. ഓക്കെ. അയ്യോ, ഞാൻ ആക്ച്വലി പാടുന്ന ആളൊന്നല്ല, പക്ഷെ ഞാനീ പറഞ്ഞ കൂടെ പാടും. ചേട്ടാ ഒരു പാട്ട് പറ, എന്നിട്ട് ഞാൻ തുടക്കൂടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ഓർമ്മകളോടി കളിക്കുവാൻ ഫിക്സ്. ഓർമ്മകളോടി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Ready, 1 2 3 start. അനുപല്ലവി തൊട്ട് തുടങ്ങാം. അപ്പൊ പിന്നെ ചിലപ്പോ ആദ്യത്തെ ശ്രുതി നിന്റെ തെറ്റും, എനിക്ക് സംശയമുണ്ട്. അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി കോർത്തു വച്ചു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എൻ്റെ ഹൃത്തിലെടുത്തു വച്ചു. ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. എനിക്കത് പാടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തെറ്റും ചെയ്യും. ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ച അത് അടിപൊളിയായിരുന്നു. ഒരു വിധം എന്നല്ല. ഓക്കെ, അപ്പൊ ഇന്ന് എനിക്ക് സന്തോഷമായി. ഷാജേട്ടന്റെ വീട് ഞാൻ എന്നോട് പറഞ്ഞിങ്ങനെ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഹോം ടൂർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വന്ന് ഹോം ചെയ്ത്. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചായ വെക്കുമെന്നോ ഭക്ഷണം ഉണ്ടാക്കുന്നോ എന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചാണ്. പക്ഷെ നമ്മള് വെച്ചാലും കുറേ സമയം പോകും. നിങ്ങളുടെ ഇപ്പൊ ഈ പറയുന്ന വീട് കാണുക എന്നുള്ളതാണല്ലോ മെയിനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇത് ഈ വീട് അങ്ങനെ വന്നിട്ടില്ല. അവിടെ പാലക്കാട് വീട് വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ഇനി ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും നമ്മുടെ ഷാജി പാപ്പൻ ടീം എല്ലാവരും കൂടെ ഒരു ദിവസം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് പോയാൽ മതി. അന്ന് ക്യാമറ ഓൺ ചെയ്യണമെന്നില്ല. നമുക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് തിരിച്ച് അടിച്ചു പൊളിച്ച് ചില്ല് ചെയ്തിട്ട് പോവാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും നേരം എനിക്ക് നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്ന് നല്ല പാട്ടൊക്കെ കേട്ട് നമ്മളിവിടെ ഫുൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഒത്തിരി താങ്ക് യു. തീർച്ചയായും താങ്ക് യു ഒന്നും പറയണ്ട. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയ നിങ്ങൾ ആണ് നമ്മൾ സിനിമയാണ്. നമ്മളെന്നും കാണുന്നവരും കേൾക്കുന്നവരും സന്തോഷം പങ്കിടുന്നവരും ഞങ്ങളുടെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കരിയറിലെ ഉയർച്ചയും താഴ്ചയൊക്കെ അറിയുന്നവരല്ലേ പൊതുവെ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോലുള്ള യൂട്യൂബ് ചാനൽസിന് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കണ്ടന്റുകൾ നല്ല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും നല്ല രീതിയിൽ നല്ലതേ ഉണ്ടാവും. കാരണം ചാനലിന് അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പോൾ വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനൽ. അപ്പോൾ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിങ്ങനെ ഷാജി പാപ്പൻ എന്ന് പറയുമ്പോൾ എനിക്കാണ് ക്രൈസ്. എന്താണ് ഷൂട്ട് ചെയ്യണത്, ഞാൻ വരാം, സമയം വരാമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് അത് ആ ഒരു സ്വീകാര്യത എന്ന് വരുന്നോ അന്ന് ചാനല് ടോപ്പാണ് നടത്തുന്നത്. എത്രയോ പേര് ഇന്റർവ്യൂസിന് വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനോടുള്ള നിങ്ങളുടെ ഒരു
രീതി നല്ലതാണ്, അപ്രോച്ച് നല്ലതാണ്. അപ്പം തീർച്ചയായിട്ടും എനി ടൈം വെൽക്കം. താങ്ക് യു സർ. എന്നാ പിന്നെ ഞാൻ പോകട്ടെ. ഓക്കെ, ഇനി എവിടെ നിന്നാ ഞാൻ വീട്ടിൽ കയറില്ല. തീർച്ചയായിട്ടും നോക്കി കാണാം. ബൈ ബൈ. ഞാൻ എന്തായാലും വരും. ഓക്കെ, തീർച്ചയായിട്ടും. ശരി, ടാറ്റാ. ബൈ ബൈ.